ഹലോ ഗൈസ്, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് മറ്റൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണായ സാംസങ് ഗാലക്സി S23 ആണ്. നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. 2023 ഫെബ്രുവരിയിൽ സാംസങ് റിലീസ് ചെയ്ത ഫ്ലാഗ്ഷിപ്പ് ഹാൻഡ്സെറ്റാണ് സാംസങ് S23. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്രീം കളറിലുള്ള മോഡലാണ്. ആദ്യമായി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1750 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ട് ചെയ്തതുമായ ഡൈനാമിക് അമോലെഡ് 2x 6.1 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനും ഇതിനുണ്ട്. ബാക്ക് ഗ്ലാസിനും സെയിം പ്രൊട്ടക്ഷൻ തന്നെയാണ് വരുന്നത്. ഫ്രെയിം അലൂമിനിയം ഫ്രെയിമാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന നാനോ സിം പ്ലസ് ഇ സിം കോൺഫിഗറേഷനാണ് ഇതിൽ വരുന്നത്. വെറും 168 ഗ്രാം ഭാരമുള്ള ഈ സ്മാർട്ട് ഫോണിൽ ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്സെറ്റാണ് വരുന്നത്. അഡ്രീനോ 740 GPU അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. മെമ്മറി 8GB റാമും 128 GB 256 GB 512 GB എന്നിങ്ങനെയുള്ള സ്റ്റോറേജ് വേരിയൻസ് ആണ് വരുന്നത്. 3900 mAh ലിഥിയം അയോൺ ബാറ്ററി, 25 വാട്ട്സിൻ്റെ PD 3.0 ചാർജിങ്ങും 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും 4.5 വാട്ട്സിൻ്റെ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നു. ഫാൻറ്റം ബ്ലാക്ക്, ക്രീം, ഗ്രീൻ, ലാവൻഡർ, ഗ്രാഫൈറ്റ്, ലൈം എന്നീ കളർ ഓപ്ഷൻസിലാണ് S23 വരുന്നത്. 12,31,075 ആണ് ഇതിൻ്റെ ANTUTU സ്കോർ വരുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, IP68 ഡസ്റ്റ് ടൈറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നിവയുണ്ട്. ആൻഡ്രോയിഡ് 13 ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്ന ഈ മോഡലിൽ 4 മേജർ ആൻഡ്രോയിഡ് അപ്ഗ്രേഡ് വരെ ലഭിക്കുന്നതാണ്. മെയിൻ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 3 ക്യാമറകളാണ് ഇതിൽ വരുന്നത്. അതിൽ 50 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും 10 മെഗാ പിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസും 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് വരുന്നത്. ഇതിൽ OIS-ഉം ഡ്യുവൽ പിക്സൽ PDAF-ഉം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8K റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ ഇതിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ റെക്കോർഡിങ്ങിൽ സ്റ്റീരിയോ റെക്കോർഡിങ്ങും HDR+ൻ്റെ റെക്കോർഡിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നു. സെൽഫി ക്യാമറ 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ്. അതും HDR10+ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K വീഡിയോ 60 FPS വരെ റെക്കോർഡ് ചെയ്യാം. സാംസങ്ങിൻ്റെ One UI ആണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ നോക്സ് പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ എബൌട്ട് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ ഈ ഫോൺ ആൻഡ്രോയിഡ് 14ലേക്ക് അപ്ഡേറ്റഡ് ആണെന്ന് കാണാം. സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ അഡ്വാൻസ് ഇൻ്റലിജൻസ് ഫീച്ചറായ ഗാലക്സി AI-യും ഈ ഫോണിൽ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. 3x വരെയുള്ള ഓപ്റ്റിക്കൽ സൂമിങ്ങും 30 fps വരെയുള്ള ഡിജിറ്റൽ സൂമിങ്ങും ഇതിൽ ലഭ്യമാണ്. വീഡിയോ 8K 30 fps-ഉം 4K 60 fps വരെയും റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. പിന്നെ പോർട്രേറ്റ് മോഡ്, പ്രോ മോഡ്, നൈറ്റ് മോഡ്, പനോരമ, സൂപ്പർ സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്, പോർട്രേറ്റ് വീഡിയോ, ഡയറക്ടേഴ്സ് വ്യൂ എന്നീ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നു. ഇനി ഇതിൻ്റെ ക്യാമറയിലെടുത്ത ചില പിക്ചർ ആൻഡ് വീഡിയോ സാമ്പിൾസ് കാണാം. ഗെയിമിംഗ് പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കണ്ണുമടച്ച് മേടിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് S23. അത്രയ്ക്കും നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ സ്മാർട്ട് ഫോൺ നമുക്ക് തരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹീറ്റിംഗ് ഇഷ്യൂസ് തീരെ ഇല്ല എന്നതാണ്. പിന്നെ ഏത് ഗെയിമും അനായാസം പ്രവർത്തിക്കാൻ സാധിക്കുന്ന സ്നാപ്ഡ്രാഗണിൻ്റെ Gen 2 പ്രോസസ്സറാണ് ഇതിനുള്ളത്. ഈ ഡിവൈസിൻ്റെ വീഡിയോ ആൻഡ് ഓഡിയോ പ്ലേബാക്ക് ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
4K 60 FPS വീഡിയോ പ്ലേബാക്ക് വളരെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്നു. ഓഡിയോ പ്ലേബാക്കിനും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺസിൽ വരുന്ന സർക്കിൾ ടു സെർച്ച് ഓപ്ഷൻ ഇതിൽ നമുക്ക് കാണാം. അതിനായി താഴെയുള്ള ലോങ് ബാറിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പണായി വരുന്നതാണ്. പിന്നീട് സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു ഐറ്റത്തെ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെർച്ച് റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള ഗുഡ് ക്വാളിറ്റി പ്രീമിയം സ്മാർട്ട് ഫോൺസിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.